നമ്മുടെ കയ്യിൽ മൊത്തം 5 ടാങ്കാണുള്ളത്, ഫിഷ് ടാങ്ക്. അതിപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ കാണിച്ചു തരാം. ആദ്യം കാണുന്നത് ഫ്രിഡ്ജ് ബോക്സ് ആട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെറിയ ചെറിയ മീനുകൾ, ഗപ്പി, പ്ലാറ്റി, മോളി, അങ്ങനെ തുടങ്ങി കുറേ മീനുകളാണ് ഇട്ടേക്കണത്. അപ്പോൾ അവന്മാർക്ക് രാവിലെ നമ്മൾ തീറ്റ കൊടുത്തിട്ടില്ല, അത് കൊടുത്തോണ്ടിരിക്കും കേട്ടോ. പെല്ലറ്റ് പൊടിച്ചാണ് കൊടുക്കുന്നത് നമ്മൾ മെയിനായിട്ട്, വേറൊന്നും അങ്ങനെ കൊടുക്കാറില്ല. കൊടുക്കുമ്പോൾ തന്നെ അവന്മാർ അത്യാവശ്യം നല്ല രീതിക്ക് എടുക്കുന്നുണ്ട് ഫുഡ്. അത്യാവശ്യം പ്ലാൻസൊക്കെ വെച്ച് നല്ല ഇത് സെറ്റാക്കിയൊരു ടാങ്ക് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് പിന്നെ പോകുമ്പോൾ നമ്മുടെ പുലിവാക കിടക്കുന്ന ടാങ്ക് കേട്ടോ. 2 അടിപൊളി പുലിവാകയുള്ള ഒരടി മിച്ചം സൈസുള്ള വാകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുമ്പം പിന്നെ വേറൊരു പടുതാക്കുളം ഉണ്ട്. അതിൻ്റെ അത് നമ്മൾ ഗപ്പി മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇട്ടേക്കണം. നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഗപ്പിയുണ്ട് അതിൻ്റെ അകത്ത്. കൂടുതലും ഈ നാടൻ ഗപ്പി കേട്ടോ അതിൻ്റെ അകത്ത്. വേറെ ഒരു വൈറ്റ് എക്സിഡോ എന്ന് പറഞ്ഞൊരു ഹൈബ്രിഡ് ഗപ്പിയുണ്ട് അതിൻ്റെ കൂടെ. അവന്മാർക്കും തീറ്റ കൊടുത്ത് കാണിച്ചു തരാം. അവന്മാർക്ക് എല്ലാവർക്കും നമ്മൾ ഈ പെല്ലറ്റ് പൊടിച്ചാൽ കൊടുക്കണം കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഒരു മെയിൻ ടാങ്ക് ഉണ്ട്, നമ്മുടെ ജയിൻ്റ് ഗൗരാമി വാളയും സിലോപ്പി കിടക്കുന്ന ടാങ്ക്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ നല്ല സൈസുള്ള പെല്ലറ്റാണ് കൊടുക്കുന്നത് ഗൗരാമിക്കൊക്കെ വേണ്ടി. അതിൻ്റെ അകത്ത് അത്യാവശ്യം മീനുണ്ട്, പക്ഷെ നമുക്ക് അത്രയ്ക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല വീഡിയോയിലൂടെ. ഒരു വലിയ ജയിൻ്റ് ഗൗരാമി ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഒരു 2 കിലോയൊക്കെ ഉള്ളത് ഉണ്ടാവാൻ വന്ന് തീറ്റ എടുക്കുന്നുണ്ട് ജയിൻ്റ് ഗൗരാമി. അത് പിന്നെ ചെറുത് 2 ഉണ്ട്, അത് വലിയ സൈസൊന്നും ഇല്ലാത്തതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇടയ്ക്ക് കുറച്ച് പ്ലാറ്റിനൊക്കെ ഇട്ടായിരുന്നു, അതും ഇതിൻ്റെ അകത്തുണ്ട്. അവന്മാരങ്ങനെ പിടിച്ച് തിന്നൊന്നുമില്ല. എല്ലാ മീനുകളും തീറ്റ എടുക്കുന്നുണ്ട്. അത്രയ്ക്ക് ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, എന്നാലും ഒരു അത്യാവശ്യം സൈസുള്ള ജയിൻ്റ് ഗൗരാമി ആയിട്ടത്. നമ്മളൊരു 2 കൊല്ലമായിട്ട് വളർത്തുന്നത്. ഇതിൻ്റെ അകത്ത് പിന്നെ ഫുള്ള് ഈ കുളവാടേക്ക് വളർന്ന് നിൽക്കുക. അപ്പം മീനുകൾക്ക് അത്രയ്ക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. പ്ലാന്റ്സൊക്കെ ഉള്ളതുകൊണ്ട് ഒരു നാച്ചുറൽ അപ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട് ടാങ്കിന്. അത് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പം നമുക്കൊരു ചെറിയൊരു ടാങ്ക് കൂടി ഉണ്ട്, കുറച്ച് പ്ലാറ്റീന മാത്രം ഇട്ടേക്കുന്ന ഒരു ടാങ്ക്. ഇതടുത്ത് മറ്റേ നമ്മൾ ആമസോൺ ഫോർബിറ്റ് എന്ന് പറഞ്ഞൊരു വാട്ടർ പ്ലാന്റ് ഇട്ടിട്ടുണ്ട് ഈ ടാങ്കിൽ. അത് അത്യാവശ്യം നല്ല രീതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫുള്ള് പ്ലാറ്റിയേ ഉള്ളൂ, വേറെ ഗപ്പിയൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. പ്ലാറ്റിക്ക് മാത്രം ഇട്ടൊരു ടാങ്ക് കൊടുത്തേക്കാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇവർക്ക് ഈ പെല്ലറ്റ് പൊടിച്ച് നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കണം. നമ്മൾ നല്ല രീതി എടുക്കുന്നുണ്ട് ഈ തീറ്റ. ഇനി ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.